ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. കോയമ്പത്തൂർ അവിനാശി റോഡ് റേസ് കോഴ്സിലുള്ള GD മ്യൂസിയത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ട് മ്യൂസിയങ്ങളുണ്ട്, കാർ മ്യൂസിയവും സയൻസ് മ്യൂസിയവും. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് കാർ മ്യൂസിയത്തിന് 125 രൂപയും സയൻസ് മ്യൂസിയത്തിന് 75 രൂപയുമാണ്. കോംബോ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 175 രൂപയ്ക്ക് നമുക്ക് രണ്ട് മ്യൂസിയത്തിലേക്കുള്ള എൻട്രിയും ലഭിക്കും. 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ബേസ്മെന്റ് പാർക്കിംഗ് സ്ഥലമാണ് മ്യൂസിയമായി പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ്, ജർമ്മൻ, ജാപ്പനീസ്, ഫ്രഞ്ച്, സ്പാനിഷ്, അമേരിക്കൻ നിർമ്മിതങ്ങളായ 35 ബ്രാൻഡുകളിൽ നിന്നുള്ള 60-ലധികം കാറുകൾ, അതും 1886-ലെ ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ വാഗണിൻ്റെ പകർപ്പ് മുതൽ ആധുനിക റേസിംഗ് കാറുകൾ വരെ മ്യൂസിയത്തിൻ്റെ ശേഖരത്തിലുണ്ട്. ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന എഞ്ചിനീയർ, ശാസ്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഗോപാലസ്വാമി ദൊരൈസ്വാമി നായിഡു എന്ന GD നായിഡുവിൻ്റെ ഓർമ്മയ്ക്കായും അദ്ദേഹത്തിന് ആഗ്രഹപൂർത്തീകരണത്തിനായും മകൻ GD ഗോപാലാണ് GD കാർ മ്യൂസിയം സ്ഥാപിച്ച് 2015 ഏപ്രിലിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കാറുകളിലെ സാങ്കേതിക വിദ്യയിലും രൂപത്തിലുമുണ്ടായ പുരോഗതിയെപ്പറ്റിയും കഴിഞ്ഞ തലമുറയിലെ ഓട്ടോമൊബൈലുകളുടെ പരിണാമത്തെപ്പറ്റിയും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അറിയാനും പഠിക്കാനുമാണ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. തീം അധിഷ്ഠിത ഷോകൾക്കായി ഒരു ഓഡിയോ വിഷ്വൽ മുറിയും ഓട്ടോമൊബൈലുകളുടെ പരിണാമം ചിത്രീകരിക്കുന്ന പോസ്റ്ററുകളും കാറുകൾ, ആക്സസറികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനുകളുമെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. കാഴ്ചകൾ ആസ്വദിക്കാൻ മനോഹരമായ വെളിച്ചവിന്യാസം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 100-ലധികം വിൻറ്റേജ് കാറുകളുടെ ഒരു അതിവിപുലമായ ശേഖരമാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വിപ്ലവം സൃഷ്ടിച്ച 5 കാർ നിർമ്മാതാക്കളുടെ നേട്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷനും ഇവിടെയുണ്ട്. 1. കാൾ ബെൻസ്. 1885-ൽ ആദ്യത്തെ ബെൻസ് മോട്ടോർ വേഗൻ കണ്ടുപിടിച്ചു. 2. ഹെൻറി ഫോർഡ്. അമേരിക്കക്കാരനായ ഇദ്ദേഹമാണ് 1908-ൽ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച ഫോർഡ് T എന്ന കാർ പരിചയപ്പെടുത്തിയത്. 3. ഫെർഡിനാൻഡ് പോർഷെ. ഇദ്ദേഹമാണ് 1938-ൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ പരിചയപ്പെടുത്തിയ ജനങ്ങളുടെ കാർ എന്നറിയപ്പെടുന്ന ഫോക്സ് വാഗന്റെ ബീറ്റിൽ എന്ന കാർ നിർമ്മിച്ചത്. 4. പിറെ ജൂൾസ് ബൗലാങ്കർ. ഫ്രാൻസുകാരനായ ഇദ്ദേഹമാണ് 1948-ൽ പ്രപഞ്ചത്തിലെ തന്നെ വില കുറഞ്ഞ കാറായ സിട്രിസോൺ 2 CV നിർമ്മിച്ചത്. വളരെ വിഖ്യാതമായ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള രൂപകൽപ്പനയായിരുന്നു ഇത്. 5. സർ അലക് ഇസ്സിഗോണിസ്. ഫാദർ ഓഫ് മിനി കാർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് 1959-ൽ ആദ്യമായി ഗിയർ ബോക്സ് ഉള്ള കാർ നിർമ്മിച്ചത്. രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാണ് കാറുകൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ആയതിനാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഓരോ രാജ്യങ്ങളും നൽകിയ സംഭാവനകൾ ഓരോന്നും എടുത്തു പറയാൻ സാധിക്കും. ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഏക സ്വകാര്യ മ്യൂസിയമാണ് കോയമ്പത്തൂരിലുള്ളത്. ശ്രീ GD നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള GD നായിഡു ചാരിറ്റീസിൻ്റെ ഉടമസ്ഥതയിലുള്ള തികച്ചും ഒരു സ്വകാര്യ ശേഖരമാണ് ഇത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ GD ഗോപാലും ഇവിടെയുള്ള പല കാറുകളും ശേഖരിച്ചവയും കാശ് കൊടുത്ത് വാങ്ങിച്ചവയുമാണ്.
ഈ മ്യൂസിയത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുന്ന ഓരോ കാറും അതിൻ്റെ വർണ്ണിക്കാനാവാത്ത ഭംഗിയും നമ്മളെ പഴയ കാലഘട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി നമുക്ക് തോന്നിപ്പിച്ചേക്കാം. കാർ പ്രേമികൾ, കാർ ഗെയിംസ് പ്രേമികൾ തുടങ്ങിയവർ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിലൂടെ ഒരിക്കലും മറക്കാനാകാത്ത ഒരനുഭവം സമ്പാദിക്കാനാവും. വീഡിയോ കാണുന്ന ഓരോരുത്തരും കോയമ്പത്തൂരിൽ വരാനോ കോയമ്പത്തൂരിൽ താമസിക്കുന്നവരോ ആണെങ്കിൽ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്ത് കാറുകളെക്കുറിച്ചുള്ള അറിവുകളോടൊപ്പം പലതരം വിൻറ്റേജ് കാറുകൾ നേരിൽ കണ്ട് ആസ്വദിക്കാനുള്ള ഈ അവസരം തീർച്ചയായും വിനിയോഗിക്കണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. ഇന്ത്യൻ നിർമ്മിത കാറുകൾക്കായി ഇവിടെ ഒരു സെപ്പറേറ്റ് ഹാൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം വിവിധ കാർ നിർമ്മാതാക്കൾ നിർമ്മിച്ച കാറുകൾ ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ്. ഒരു കാലത്ത് റോഡ് വാണിരുന്ന പലതരം യുണീക്കും റെയറുമായ കാറുകൾ ഇവിടെ കാണാൻ സാധിക്കും. പ്രധാന ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലാണ് GD കാർ മ്യൂസിയം ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ കാസിൻ്റെ നില ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറായാണ് ഉള്ളത്. അതിപുരാതനമായ അഥവാ വിൻറ്റേജ് കാർ പ്രേമികളുമായ വ്യക്തികൾ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ പുറത്തിറങ്ങുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ കാറുകളുടെ ശേഖരം മതിയാവോളം ആസ്വദിച്ച് പുറത്തിറങ്ങി സയൻസ് മ്യൂസിയത്തിലേക്ക് കയറി കുറച്ചു സമയം അവിടെയും ചെലവഴിച്ചാണ് ഞങ്ങൾ GD മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയത്. വീഡിയോ മുഴുവനായും കണ്ടതിന് വളരെയധികം നന്ദി. ഇത് കാറുകളെക്കുറിച്ചുള്ള അറിവ് സംബന്ധമായി ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇത് ഞങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാനും തുടർന്നുള്ള വീഡിയോകളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായകമാണ്. ഇപ്പോൾ നൽകുന്ന ഈ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.